ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 3 എക്സാമൊക്കെ എഴുതിയിട്ടിരിക്കുകയാണ്. ക്ലർക്കിൻ്റെ എക്സാം കഴിഞ്ഞു. അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു. സിലബസ് തന്നിട്ടുള്ള ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാം വിചാരിച്ച പോലെ പാടായിരിക്കുമോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു എല്ലാവരും. പക്ഷേ അത് എന്തായിരുന്നു, നല്ല എളുപ്പമായിരുന്നു എക്സാം. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണിന്ന് നോക്കുന്നത്. എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ്. ഞാൻ ഈ എക്സാം പഠിച്ചിട്ട് എഴുതുന്ന ആദ്യത്തെ എക്സാമാണ്. എൻ്റെ ആദ്യത്തെ എക്സാമാണ്. ഞാൻ പഠിച്ചിട്ട് എഴുതുന്ന ആദ്യത്തെ എക്സാം ഇതാണ്. അതിന് മുമ്പ് ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട്. ബട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് ചുമ്മാ പോയിട്ട് അറിയാവുന്ന ഇംഗ്ലീഷ്, GK, പിന്നെ മാത്സ്, അങ്ങനെ അറിയാവുന്നതൊക്കെ വെച്ച് എഴുതിയിട്ട് വരും. പക്ഷെ ഇപ്പോൾ കോച്ചിങ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ള ഫസ്റ്റ് എക്സാമാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഇതിനെ നോക്കിയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു ഇതെന്ന് വെച്ചാൽ മെയിനായിട്ട് കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. എനിക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു, സിൻസ് ആയിരുന്നു തോന്നിയത്. പക്ഷേ ഞാൻ ഫ്രം എഴുതി, അത് തെറ്റി. അങ്ങനെ പാസീവ് വോയിസ് എന്തായാലും വരുമ്പോൾ പാസ്റ്റിലോട്ട് വരും എന്ന് അറിയാമായിരുന്നു. എന്നിട്ടും എനിക്ക് സമയം കിട്ടിയില്ല. ഞാൻ ലാസ്റ്റ് 6 മിനിറ്റ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലാസ്റ്റ് ഇനി 6 മിനിറ്റും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്തിലോട്ട് വന്നത്, ഇംഗ്ലീഷിലോട്ട് വന്നത്. ഞാൻ ആദ്യമേ എടുത്ത് ചെയ്യാൻ നോക്കിയത് ഏതായിരുന്നു, നമ്മുടെ QA സെക്ഷനിലോട്ടായിരുന്നു ഞാൻ ആദ്യമേ വന്നത്. അപ്പോൾ ഇവിടെ ഇനി വന്ന് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് ആൻസർ കിട്ടി. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് സംശയം, അതും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ്. ഞാൻ മിനിറ്റ്സിനെ സെക്കൻഡിലോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു ചെയ്യേണ്ടതിന് ഞാൻ ഡിവൈഡ് എന്തോ ആണ് കൊടുത്തത്. അങ്ങനെ എനിക്ക് ആൻസർ കിട്ടിയില്ല. ഞാൻ പിന്നെ ചുമ്മാ കറക്കി കുത്തി ചെയ്തു. ലാസ്റ്റ് ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ സമയം കിട്ടിയില്ല. ബാക്കിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ലേ, നല്ല എളുപ്പമായിരുന്നു. കണക്ക് എന്തായാലും നല്ല അത്യാവശ്യം എളുപ്പമായിരുന്നു. 10 സ്കോർ ചെയ്തവരുണ്ട്. നല്ല എളുപ്പമായിരുന്നു. പിന്നെ എന്താ പറയുക, ഇതും നമുക്ക് അത്യാവശ്യം അറിയാം. അത്യാവശ്യം ഒരു മൂള ഉള്ള ഒരാൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. GK ചിലത് പിന്നെ ഡൗട്ടായിരുന്നു. ഇതുപോലെ എനിക്കും ഡൗട്ടായിരുന്നു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ B കൊടുത്തത്. പക്ഷേ അത് എന്തായാലും, എനിക്ക് Dയും തോന്നിയിരുന്നു. എന്തായാലും അതും പോയി. അങ്ങനെ ഇവിടെ തൊട്ട് വന്നപ്പോഴും ആർട്ടിക്കിൾ 32 ആണോ 352 ആണോ എന്നായിരുന്നു സംശയം. അതും തെറ്റിച്ചു. അങ്ങനെ എനിക്ക് തോന്നി നമ്മുടെ മിക്കവർക്കും ഇത് എളുപ്പമായിരുന്നു. എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ എളുപ്പമെന്ന് തോന്നും. പക്ഷേ പിന്നെ വീട്ടിൽ വന്നിരുന്ന് നോക്കുമ്പോഴായിരിക്കും ഇത് അറിയുന്നത്. അയ്യോ, നമ്മളിങ്ങനാണോ ചെയ്തതെന്ന് അറിയുന്നത്. എന്ന് വെച്ചാൽ അയ്യോ തെറ്റിപ്പോയോ എന്ന് തോന്നുന്നതെന്ന് എനിക്ക് തോന്നി. എൻ്റെ മാത്രം ഒരു റിവ്യൂ ആണ്, എനിക്കങ്ങനെ തോന്നി. പിന്നെ പഠിച്ചിട്ട് വന്നവരൊക്കെ പറയുന്നത് അവർക്ക് നന്നായിട്ട് എഴുതാനും പറ്റി. അതായത് ഇപ്പോൾ എനിക്ക് ലോ ഞാൻ 30 സെക്ഷൻ 30ലോട്ടൊക്കെ ആവുന്നേ ഉള്ളൂ. ലോ ഞാൻ അത്രയും നന്നായിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ പഠിക്കുന്നവർ തന്നെ ലോ ഫുള്ള് പഠിച്ചിട്ട് വന്നവർക്ക് നല്ല എളുപ്പമായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് നല്ല എളുപ്പമായിരുന്നു. അല്ലെങ്കിലും കിട്ടും. ഇപ്പോൾ ഇലക്ഷൻ്റെ ഫീയും അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതൊക്കെ നല്ല രീതിയിൽ കിട്ടുമായിരുന്നു. ഇതും നമ്മൾ നോക്കിയായിരുന്നു, കിട്ടി. ഇതും കിട്ടി. ഇവിടെ നിന്ന് അത്യാവശ്യം 39 തൊട്ട് 45 വരെ ക്വസ്റ്റ്യൻസ് ഒന്നും അത്രയ്ക്ക് പാടില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. ഇല്ല, പാടില്ലായിരുന്നു, എക്സാം പാടില്ലായിരുന്നു. പിന്നെ ആകെയുള്ളത് നമുക്കറിയാമെന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റിച്ച ഒരു കൺഫ്യൂഷനുള്ളായിരുന്നു. ഇവിടെ എനിക്ക് C ആണോ B ആണോ ഡൗട്ടായിരുന്നു. എന്നിട്ട് ഞാൻ B കുത്തി. അങ്ങനെ കുറേ മാർക്ക് പോയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, റൂളൊന്നും അത്രയൊന്നും എത്താത്തതുകൊണ്ട് എനിക്കത്ര അറിയത്തില്ലായിരുന്നു. പക്ഷെ ലോ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഇത് നല്ല എളുപ്പമായിരുന്നു. ലോ നന്നായിട്ട് ആകെ എനിക്ക് തോന്നുന്നു, നമുക്കിപ്പോൾ അറിയാതെ നമ്മൾ തെറ്റിക്കുന്നത് എനിക്ക് തോന്നുന്നു ലോ ആയിരിക്കും. ബാക്കിയെല്ലാം നമ്മൾ എങ്ങനെയായാലും എഴുതും. മനസ്സിലായോ? ഇത് പിന്നെ നമ്മൾ എഴുതി. ഇത് പിന്നെന്താ, അങ്ങോട്ട് വന്നപ്പോൾ നന്നായിട്ട് തെറ്റി എന്ന് വെച്ചാൽ അറിയാവുന്നതും കൂടി ഞാൻ തെറ്റിച്ചു, കൺഫ്യൂഷൻ കാരണം. ഇതെനിക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു ഹൈപ്പോത്തിക്കേഷൻ ആണെന്ന്. പിന്നെ എനിക്ക് ചാർജ് എന്ന് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ലീൻ എന്താണെന്ന് അറിയാം. സെറ്റ് ഓഫ് എന്തായാലും അല്ല, ജനറൽ ലീൻ ഉണ്ടെന്നും പർട്ടിക്കുലർ ലീൻ ഉണ്ടെന്നും എല്ലാം അറിയാം. എന്നിട്ടും ഞാൻ തെറ്റിച്ചു അതൊക്കെ. പിന്നെ ഇവിടെ ഡെപ്റ്റർ ക്രെഡിറ്ററാണ് പ്രൈമറി റിലേഷൻഷിപ്പ്. ഇപ്പം ഞാനിവിടെ മലയാളം നോക്കിയപ്പം പണമടയ്ക്കുന്ന കാര്യത്തിൽ, പണമടയ്ക്കുമ്പോൾ ലോണാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ക്രെഡിറ്റർ ഡെപ്റ്റർ എഴുതി. ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സ് ഞാൻ വരുത്തി ഇവിടെ. ഇത് ഞാൻ ഇന്നലെയും കൂടി നോക്കിയതേ ഉള്ളായിരുന്നു, ഈ 63ാമത്തെ ക്വസ്റ്റ്യൻ. എന്നിട്ട് ഞാൻ തെറ്റിച്ചു. അതായത്
പിറ്റേന്നൊക്കെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ തെറ്റിക്കുമല്ലോ നമ്മൾ, സ്വാഭാവികം തെറ്റിക്കും. അങ്ങോട്ട് പിന്നെ മിക്കതും ഞാൻ തെറ്റിച്ചു. എ ആണോ ബി ആണോ എന്ന് കൺഫ്യൂഷൻ, എന്നിട്ട് എഴുതി അങ്ങനെ തെറ്റി. ഇവിടെ 67 ഡേ ആണോ 2 ക്രോപ്പ് സീസൺ ആണോ എന്നായിരുന്നു. 67ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണോ അതോ 2 ക്രോപ്പ് സീസൺ ആയിരുന്നോ എന്നായിരുന്നു ഡൗട്ട്. അതും ഞാൻ തെറ്റിച്ചു. ഇങ്ങനെ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഇതിൽ കുറച്ച് അധികം ആൾക്കാർക്കെങ്കിലും എന്തായി കാണും, ആൻസേഴ്സ് പോയിട്ടുണ്ടായിരിക്കും, നമ്മൾ അറിയാവുന്നതും കൂടി തെറ്റിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ എന്ത് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത എക്സാമിൽ എന്തായാലും നമ്മൾ കയറിയിരിക്കും. ആ ഒരു ഉറപ്പിൽ നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോ. ഈ നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മൾ ഇതിനു മുമ്പും എനിക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഇനി യൂട്യൂബ് വീഡിയോസിൽ ആക്റ്റീവ് ആവാനാണ് പ്ലാൻ. ടോപ്പിക് വൈസ് ഉണ്ട്, നമ്മൾ ആൻസറും ക്വസ്റ്റ്യൻസും ഒക്കെ ഇടും. പിന്നെ നമ്മൾ CSEB മിസ് എന്നും പറഞ്ഞ് നമ്മളൊരു ടെലഗ്രാം ലിങ്കും കൂടെ ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. അത്യാവശ്യം നല്ല എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നമുക്ക് കണ്ണും പൂട്ടി, അത് പ്രത്യേകിച്ച് കോപ്പറേഷനാണ് എനിക്ക് തോന്നിയത്. കോപ്പറേഷനകത്ത് എന്താ വെറുതെയുള്ള ക്വസ്റ്റ്യൻസ്, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെയും നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ്, പിന്നെ മെയിനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നൊക്കെ കുറച്ചധികം, കോസ്റ്റ് ഷീറ്റിൽ നിന്നൊക്കെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ എടുത്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നോക്കാത്തതുകൊണ്ട് അതും എനിക്ക് തെറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഇത് കിട്ടുമോയെന്നൊന്നും നമുക്ക് അത്ര വലിയ ഉറപ്പൊന്നുമില്ല. കിട്ടുമോയെന്ന് എനിക്ക് കിട്ടുമോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഉറപ്പില്ല. കാരണം അത് നല്ല എളുപ്പമായിരുന്നു. അത്യാവശ്യം അറിയാവുന്നതും കൂടെ തെറ്റിച്ചത്